നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം നല്ല കോമഡിയാണ് കേട്ടോ. ആദ്യം പറഞ്ഞത് എന്താ അറിയോ, ഇത്തവണ +2 ഓണ പരീക്ഷ ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. പിന്നീട് മെല്ലെ എന്ത് ചെയ്തു, അത് അത്യാവശ്യം ക്യാഷൊക്കെ ചിലവുള്ള കാര്യമാണ്. സ്കൂളിലെ തലയിലോട്ട് എന്ത് ചെയ്തു, ആ ഒരു ചുമതലിട്ടു. സ്കൂളുകാർ വേണം ഇത്തവണ ഓണപ്പരീക്ഷ നടത്താൻ എന്ന് പ്രഖ്യാപിച്ചു. സ്കൂളുകാർക്ക് പാവം വേറൊരു ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് ഒരു കണ്ടീഷൻ വെച്ചു, ടൈം ടേബിൾ ഞങ്ങൾ തരാം. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാതെ എന്തിനാണ് ആ ടൈം ടേബിൾ കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ലോജിക്ക്. എന്നാൽ പിന്നെ സ്കൂളുകാർക്ക് അവരെ സൗകര്യത്തിന് ടൈം ടേബിൾ ഇട്ടാൽ പോരായിരുന്നു. പോട്ടെ, ഇനി വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത ടൈം ടേബിൾ ആണെങ്കിലോ, ഏത് കുട്ടിക്ക് നോക്കിയാൽ പോലും മനസ്സിലാവും ഇതൊരു ഊള ടൈം ടേബിളാണ്. കാരണം +2 അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ സീരിയസ് ആയിട്ട് കുട്ടികൾ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഉപകാരമാണ്. എന്നിട്ട് ടൈം ടേബിൾ എങ്ങനെയാണ്, 6 സബ്ജക്ട്സ് ഉള്ളതിൽ 5 എണ്ണം 5 ദിവസം കൊണ്ട് തീർക്കുന്നു. ഓക്കെ, ശരി. പിന്നീടുള്ള എക്സാം എന്താ ചെയ്തത്, 4 ഫുൾ ഡേ അവിടെ ലീവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ ഈ കെമിസ്ട്രി ഒന്ന് മുമ്പോട്ടാക്കിയാൽ പിന്നെ എന്താ സംഭവിക്കുക, നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള ലീവ് വേണമെങ്കിൽ ഒരു 13 ദിവസമൊക്കെ ആക്കി വേണം കൂട്ടി കൊടുക്കാം. അതെന്തായാലും ആരും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, ഇവിടെ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ഈ 4 ദിവസത്തിനുള്ള ഗ്യാപ്പിലോട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക, കുറച്ചുകൂടി നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എഴുതാനും പറ്റും. ഇത് ഏത് കുട്ടിക്കും അറിയുന്ന കാര്യമല്ലേ, ഒന്ന് നോക്കിയാൽ പോരെ, ഒന്ന് മണ്ട ഉപയോഗിച്ചാൽ പോരെ. അതൊന്നും ചെയ്യാതെ എന്തോ ഒരു സാധനം മേ ബി GPT ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ടൈം ടേബിളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ടൈം ടേബിൾ അങ്ങ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ആരുടെയൊക്കെയോ നമ്മളൊക്കെ വീഡിയോ ചെയ്തിരുന്നു, കുട്ടികളുടെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. മേ ബി അതിൻ്റെ റിസൾട്ടായിരിക്കും അവർ തെറ്റിദ്ധരുത്തിയിട്ടുണ്ട്. വലിയ കാര്യം കേട്ടോ അതൊക്കെ. സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചതാ, പിന്നെ മാറ്റുന്ന പരിപാടിയൊന്നുമില്ല. ഇതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ ചെയ്യാറുണ്ട്, എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഫ്രൈഡേ ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം കൊണ്ടുവെക്കുന്ന പരിപാടി. അപ്പോൾ അത് മാറ്റണമെന്നാൽ അവർക്ക് അറിയാം, എന്നിട്ട് പ്രഖ്യാപിക്കും, എന്നിട്ട് വിവാദവും, പിന്നീട് മാറ്റും. എന്തിനാണ് ഇങ്ങനെയൊക്കെ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? നല്ല രീതിയിൽ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട്, നമ്മൾ വിദ്യാഭ്യാസ വകുപ്പല്ലേ, ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വേണ്ടേ കുട്ടികൾക്കും അധ്യാപകർക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ. അപ്പോൾ ഇനി അടുത്ത ക്രിസ്മസ് എക്സാമിനെങ്കിലും ദയവ് ചെയ്ത് ഈ സാധനം പബ്ലിഷ് ചെയ്യാൻ മേ ബി ഒരു ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒന്ന് ചുമ്മാ നോക്കുക എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ വേഗം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും പാവം എന്ത് ചെയ്യും, ഇംഗ്ലീഷ് എന്ത് ഈ 19-ാം തീയതി കൊണ്ടുപോയി പഠിക്കും. ആ ഇംഗ്ലീഷിനെ പിടിച്ച് എന്ത് ചെയ്തു, ഈ 4 ഡേൻ്റെ ഗ്യാപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇംഗ്ലീഷ് എക്സാം ഉണ്ടാകാൻ പോകുന്നത് August 26 ആഫ്റ്റർനൂൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ 4 ഡേ ലീവ് അങ്ങോട്ട് ഒഴിവായി കിട്ടി. എന്നാലും കുഴപ്പമില്ല, സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഡോണ്ട് വറി. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. നമ്മളുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ പിൻഡ് മെസ്സേജിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ്സസും മൈക്രോബിറ്റ്സും വീഡിയോസും എല്ലാ കാര്യങ്ങളും ഈ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, വേഗം പോയി ജോയിൻ ചെയ്തോളൂ.